കോഴിക്കോട്ട് അഭിജിത്ത് മുഴക്കുന്നുണ്ട്. അഭിജിത്ത്, എന്താണ് കോഴിക്കോട്ടെ അവസ്ഥ? കോഴിക്കോട് ഇപ്പോൾ ബസ് സർവീസുകൾ തുടരാനായിട്ട് ചില BMS-ൽപ്പെട്ട തൊഴിലാളികളൊക്കെ എത്തുന്നുണ്ട്. എന്നാൽ സമരാനുകൂലികൾ അത് തടയാനാണ് ശ്രമം. കൊല്ലത്തുനിന്നും അങ്ങനെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കോഴിക്കോട് അങ്ങനെ എന്തെങ്കിലും വാർത്തയുണ്ടോ? സമരാനുകൂലികൾ സ്വകാര്യ ബസ്സോ ടാക്സിയോ ഓട്ടോയോ ബസ്സോ അങ്ങനെ എന്തെങ്കിലും തടയുന്നുണ്ടോ? അരുൺകുമാർ, നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു പാവങ്ങാട് ഡിപ്പോയിലെ സാഹചര്യം. അതുതന്നെയാണ്, ആ സാഹചര്യം നിലവിൽ ഇവിടെ തുടരുകയാണ്. നേരത്തെ അല്പസമയം മുൻപ് കർണാടകയിലേക്ക് പോകേണ്ട, ബംഗളൂരുവിലേക്ക് പോകേണ്ട സ്വിഫ്റ്റ് ബസ് ജീവനക്കാർ പുറത്തേക്ക് എടുക്കാൻ ഒരു ശ്രമം നടത്തി. പക്ഷേ ആ ഘട്ടത്തിലും സമരാനുകൂലികൾ തടയുന്നൊരു കാഴ്ചയാണ് ഇവിടെ കണ്ടത്. നിലവിൽ ഇവിടെ പോലീസ് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. ഈ ബസ് ജീവനക്കാർ സഹായം ആവശ്യപ്പെട്ടാൽ പ്രൊട്ടക്ഷൻ നൽകുമെന്നുള്ളതാണ് പോലീസിൻ്റെ ഒരു മറുപടി. ഒപ്പം തന്നെ ഈ ഡിപ്പോയിലേക്ക് മറ്റ് ജീവനക്കാരും എത്തിയിട്ടുണ്ട്. പക്ഷേ അവരെയും തടയുന്നൊരു സാഹചര്യമുണ്ട് എന്നാണ് അവർ പറയുന്നത്. നമ്മൾ ഡ്യൂട്ടിയിൽ കയറാൻ സന്നദ്ധരായി വന്നവരാണ്. ഞങ്ങൾ മെക്കാനിക്കൽ വിഭാഗത്തിലുള്ള ആളുകളൊക്കെ ഡ്യൂട്ടിയിലാണ്. ഇപ്പം സർവീസ് പോകാൻ തയ്യാറായിട്ട് ഡ്രൈവർമാർ 5 പേര് RTC വിഭാഗത്തിലും സ്വിഫ്റ്റിന് ഡ്രൈവർമാർ തയ്യാറായി വന്നിട്ടുണ്ട്. അവരെ സമരാനുകൂലികൾ തടയുന്ന ഒരു സാഹചര്യമുള്ളതാണ്. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് KSRTC-യിൽ ഈ സമരം കൊണ്ട് 1 രൂപയുടെ ഗുണം പോലും KSRTC ജീവനക്കാരന് ഇല്ല എന്നുള്ളതാണ് ഈ സമരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നുള്ളത്. KSRTC ജീവനക്കാരൻ കാലാകാലങ്ങളായിട്ട് പറയുന്ന പല ആവശ്യങ്ങളും നിലവിൽ നിൽക്കലെ ആ ഒരു ആവശ്യങ്ങൾ പോലും പരിഗണിക്കാതെ അവർ അജണ്ടയിൽ വെക്കാതെ ഉള്ളൊരു സമരമാണ്. അതായത് 33% DA പെൻഡിങ് ആണ്. അതുപോലെ NPS-ൻ്റെ പെൻഷൻ്റെ കുടിശ്ശികേൻ്റെ കാര്യങ്ങൾ, NDR കുടിശ്ശികേൻ്റെ കാര്യങ്ങൾ, അതുപോലെ തന്നെ തൊഴിലാളി പീഡന നയങ്ങൾ, ഇതിനെതിരെയുള്ള പ്രതിഷേധം, ഇതൊന്നും ഇല്ലാതെ വെറും എല്ലാ വർഷവും ഒരു ചടങ്ങ് എന്നുള്ള രീതിയിൽ നടത്തുന്ന കേന്ദ്ര വിരുദ്ധ സമരം എന്ന് മാത്രമേ ഞങ്ങൾക്ക് കാണാൻ വേണ്ടി ഞങ്ങൾക്ക് പറ്റുന്നുള്ളൂ. ചേട്ടനും ഡ്യൂട്ടിക്ക് റെഡിയായി വന്നതാണല്ലേ? അതെ, ഡ്യൂട്ടിക്ക് വന്നതാണ്. രാവിലെ 4:45 വന്ന് കാർഡ് വാങ്ങി ബസ് എടുത്ത് പുറത്തേക്ക് വരുമ്പോൾ സമരാനുകൂലികൾ തടഞ്ഞു. വണ്ടി പോകാൻ കഴിഞ്ഞില്ല. ഞാൻ എടുത്ത വണ്ടി ഇതാണ്. മാനന്തവാടി പോകാൻ അനുവദിക്കില്ല, പോകാൻ അനുവദിക്കില്ല. മാനന്തവാടി ഭാഗത്തേക്ക് കൊണ്ടുവന്നു. ഇവിടുന്നാണ് ഈ പാവങ്ങാട് ഡിപ്പോ എന്നാണല്ലോ ഭൂരിഭാഗം ബസ്സുകളും എല്ലാ ബസ്സുകളും RTC AC ബസ് വെച്ച് ബാക്കി എല്ലാ ബസ്സുകളും പാവങ്ങാട് ഡിപ്പോയിലാണ്. മെക്കാനിക്കൽ വർക്ക് കഴിഞ്ഞിട്ട് ഇവിടെ നിന്നാണ് വണ്ടി വാങ്ങുക. വണ്ടി ഇവിടുന്ന് ഡ്രൈവർ കൊണ്ടുപോകും കോഴിക്കോടേക്ക്. കണ്ടക്ടർ കോഴിക്കോട് നിന്നാണ് കയറുക. രാവിലെ ഒരു വാഹനങ്ങൾ ഇവിടുന്ന് KSRTC ബസ്സുകൾ ഇവിടുന്ന് രാവിലെ ഫസ്റ്റ് ഇറങ്ങാൻ വന്ന വണ്ടിയാണിത്. ഈ വണ്ടി ഇവിടുന്ന് തടഞ്ഞിട്ടുണ്ട്. ആദ്യം ഇറങ്ങാൻ വന്ന വണ്ടി തടഞ്ഞു. അതെ. അരുൺകുമാർ, ഇത് തന്നെയാണ് നിലവിൽ ഇവിടുത്തെ സാഹചര്യം. അതായത് ഈ പാവങ്ങാട് KSRTC ഡിപ്പോയിൽ നിന്നാണ് KSRTC ബസ്സുകൾ യാത്ര ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഈ സമരാനുകൂലികൾ ബസ് തടഞ്ഞു എന്നുള്ളതാണ് ഇവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇവരൊക്കെ ഡ്യൂട്ടിക്ക് തയ്യാറായി വന്നവരാണ്, പക്ഷേ ഡ്യൂട്ടി എടുക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് നിലവിൽ ഇവർ പറയുന്നത്. ഏതായാലും എലത്തൂർ പോലീസ് ഇവിടേക്ക് ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്, പാവങ്ങാട് ഡിപ്പോയിലേക്ക് എത്തിയിട്ടുണ്ട്. ആവശ്യമായ പ്രൊട്ടക്ഷൻ നൽകുമെന്നുള്ള കാര്യം കൂടി അവർ അറിയിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. അഭിജിത്താണ് ഇപ്പോൾ കോഴിക്കോട് നിന്നും ചേർന്നത്. അവിടെ സ്വിഫ്റ്റ് ബസ്സിന് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് എന്നാണ് അഭിജിത്ത് മുഴക്കുന്ന റിപ്പോർട്ട് ചെയ്യുന്നത്.